കരുനാഗപ്പള്ളി പടനാരകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ മഹാശിവരാത്രി 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച വിപുലമായ ചടങ്ങുകളോടെ ഭക്തിയാദരപൂർവ്വം നടത്തുകയുണ്ടായി. നിർമ്മാല്യ ദർശനത്തിന് നട തുറന്നതോടുകൂടി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ക്ഷേത്രത്തിലെ സാധാരണ പരിപാടികൾക്ക് പുറമെ നിർമ്മാല്യ ദർശനം, അഖണ്ഡനാമയജ്ഞം, ശിവരാത്രി സംഗീതോത്സവം, അഷ്ടാഭിഷേകം, ഊട്ടുപുരയിൽ ഒരിക്കലൂട്ട്, പുഷ്പാലങ്കാരം, ദീപാരാധന, ദീപക്കാഴ്ച, ഗംഭീര വെടിക്കെട്ടും കൂടാതെ രാവിലെ 8 മണി മുതൽ കരുനാഗപ്പള്ളി ബാലമുരളി നേതൃത്വത്തിലുള്ള പഞ്ചരത്ന കീർത്തനാലാപനം ക്ഷേത്രത്തിലേക്ക് സംഗീതപ്രേമികൾക്ക് സംഗീത വിരുന്നായി മാറി. ശിവരാത്രി മഹോത്സവം ക്ഷേത്രത്തിൽ നേർച്ചയായി സമർപ്പിച്ചത് കരുനാഗപ്പള്ളി റജി ഫോട്ടോ പാർക്ക് വകയായിട്ടായിരുന്നു. ശ്രീ മഹാദേവന് നന്ദകോടി പ്രണാമം. എല്ലാവർക്കും എൻ്റെ ശിവരാത്രി മഹോത്സവ ആശംസകൾ. പഞ്ചരത്ന കീർത്തനാലാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കരുനാഗപ്പള്ളി SHO ശ്രീ ബിജു സാറും ക്ഷേത്രത്തിലെത്തിയ മറ്റ് കലാകാരന്മാരും ചേർന്നാണ്. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന ഭക്തിനിർഭരമായ മറ്റു ചടങ്ങായിരുന്നു പൂമൂടൽ. ഊട്ടുപുരയിൽ നടന്ന ഒരിക്കലൂട്ടിന് അത്ഭുതപൂർവമായ തിരക്കും അനുഭവപ്പെട്ടു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമാണ് വെടിക്കെട്ട്. സൗഹൃദ 87 പേര് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏതാനും നിമിഷങ്ങൾ പൊട്ടിക്കുന്നു. അപ്പോൾ കിഴക്കേറ്റത്തായിട്ട് നമ്മൾ അവിടെ കുറേ മാലപ്പടക്കം കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കുറച്ച് ഗുണ്ടുകളും സംഭവങ്ങളെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സൗഹൃദ 87 ചെങ്കളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ സോംസലി അവിടെ തകർത്ത് വിയർത്ത് കുളിച്ച് അല്ല എത്ര കിട്ടിയാലും മുഴുക്കാത്ത ഒരുത്തന്നെ. അതാണ്ട് ഇതാണ് നമ്മുടെ കേട്ടോ നടത്തിപ്പുകാരൻ. നമ്മൾ ചെറിയൊരു മലപ്പടക്കം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
കിട്ടുന്നുണ്ട്. ശോഭന ഞാനിത് വീഡിയോ എടുക്കുന്ന സൗണ്ട് കിട്ടുമോ? ദീപാരാധനയ്ക്ക് ശേഷം ശിവരാത്രി മഹോത്സവ പുരസ്കാര വിതരണം നടന്നു. പുരസ്കാര വിതരണത്തിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള നിർവഹിച്ചു. ശിവരാത്രി ശ്രീ മഹാദേവ പുരസ്കാര വിതരണം ക്ഷേത്രം മേൽശാന്തി ശ്രീ ഹരികൃഷ്ണൻ ശ്രീ ഉത്തരക്കുട്ടന് നൽകി ആദരിച്ചു. ചടങ്ങിൽ പ്രശസ്ത വയലിനിസ്റ്റ് കരുനാഗപ്പള്ളി ബാലമുരളിയെയും പ്രശസ്ത തകിൽ വിദ്വാൻ കരുനാഗപ്പള്ളി ശോഭനദാസിനെയും സൗഹൃദം 87 ആദരിച്ചു. 10 വയസ്സുള്ളപ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് അച്ഛനോടൊപ്പം. അതേ മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് ഒരു ആദരവ് തന്നതിന് എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. രാത്രി 8 മണി മുതൽ ക്ഷേത്രത്തിൽ ഭക്തിഗാനസുതയും രാത്രി 10 മണി മുതൽ സംഗീത സദസ്സും നടന്നു. 100 കണക്കിന് ഭക്തരാണ് ഓംകാരമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് നേരം പുലരുവോളം ഭക്തി സായുജ്യമടഞ്ഞത്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികൾ നടത്തിയത്.